തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 22 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയും തിരുവചനങ്ങൾ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം മുൻപോട്ട് പോകുന്നു. ഓരോ ദിനങ്ങളിലൂടെയും മുൻപോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഒരു ജീവിത പ്രക്രിയയായി എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമേറിയ ഒരു വിശകലനം സ്വയം നടത്താൻ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും, ഇടപെടുന്ന ഓരോ സാഹചര്യങ്ങളിലും, ജീവിത സന്ദർഭങ്ങളിലും ക്രിസ്തു രഹസ്യങ്ങളെ എങ്ങനെ നിവേശിപ്പിക്കാൻ കഴിയുന്നു, എങ്ങനെ ക്രിസ്തുവിശ്വാസത്തിൻ്റെ തുടർച്ചയായി അല്ലെങ്കിൽ പ്രക്രിയയായി അതിനെ മാറ്റിത്തീർക്കാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരുസഭയിൽ നാം അംഗമായത്. ശൈശവ മാമോദീസ ആയതിനാൽ നമുക്കൊരുപക്ഷെ അന്ന് ഏറ്റുപറയാൻ കഴിയാത്ത വിശ്വാസം നമുക്ക് വേണ്ടി നമ്മുടെ ബന്ധുജനങ്ങളും തിരുസഭയും ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഏറ്റുപറഞ്ഞതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഈ ഒരു വിശകലനത്തിലേക്ക് നമ്മെ ക്ഷണിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതം നയിക്കാൻ പ്രേരണ നൽകാനുള്ള കടപ്പാടുമുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ ആണ്ടുവട്ടങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ, പ്രക്രിയകളിലൂടെ ഒക്കെ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ എപ്രകാരമാണ് പ്രകടമാകുന്നത് എന്ന് പരിശോധിക്കാൻ തിരുസഭ എന്ന സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ശിഷ്യന്മാരുടെ ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? നവോത്ഥാനം നൽകിയ ഒരു ആശയ ലോകം അവതരിപ്പിച്ചൊരു പ്രമേയമാണ് മനുഷ്യനാണ് മാനദണ്ഡമെന്നത്. മനുഷ്യനാണ് മാനദണ്ഡം. മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴും ബാക്കി വന്നൊരു ചോദ്യം ഇതാണ്: ആരാണ് മനുഷ്യൻ? ആരാണ് മനുഷ്യപുത്രൻ? മനുഷ്യൻ എന്നതിനെ ദൈവത്തിൻ്റെ മഹനീയമായ ഒരു പദമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അവരിനെ ക്രിസ്തുവായി തിരിച്ചറിയുമ്പോൾ, ക്രിസ്തുവിനെ പരമമായ മനുഷ്യത്വമായി തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ആശയത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വരാൻ പറ്റൂ. യേശുവിനെ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലെങ്കിൽ ആരാണ് യേശു എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെ അന്ന് ചോദിക്കുമ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, സ്നാപകൻ എന്ന് ചിലർ പറയുന്നു, ഏലിയ എന്ന് വേറെ ചിലർ പറയുന്നു, ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് വേറെ ചിലർ പറയുന്നു. മനുഷ്യനെക്കുറിച്ചുള്ള വിവിധങ്ങളായ ധാരണകൾ, ദൈവത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ ധാരണകൾ ഓരോ കാലഘട്ടത്തിലും വന്നതനുസരിച്ചുള്ള പ്രയോഗങ്ങളാണ് ഇവിടെ നാം കാണുക. സ്നാപകൻ എന്ന് പറയുമ്പോൾ യേശുവിനെ ഒരു പരിത്യാഗിയായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്ന അനുതാപത്തിൻ്റെ ഒരു ദൗത്യവുമായി വന്നയാളായി സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് അതിനർത്ഥം. സ്നാപകൻ അപ്രകാരമാണ്. മരുഭൂമിയിൽ കഴിയുകയും കാട്ടുതേനും വെട്ടുക്കിളികളെയും ഭക്ഷിക്കുകയും ചെയ്യുന്ന സ്നാപകൻ. അങ്ങനെ ഒരാളായിട്ട് കാണാൻ ബുദ്ധിമുട്ടില്ല. രണ്ടാമത് വേറെ ചിലർ പറയുന്ന ഏലിയായാണെന്ന്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ദൈവത്തിൻ്റെ മനുഷ്യനായി ഭൂമിയിൽ കണ്ട ഏലിയായാണെന്ന് വിശ്വസിക്കാൻ മടിയില്ല. മൂന്നാമത് പറയുന്നത് ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ, ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ടുവന്ന പ്രവാചകന്മാരിൽ ഒരുവനായിട്ട് കാണാൻ ബുദ്ധിമുട്ടില്ല. ഈ 3 കാര്യങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്ന കാര്യങ്ങളാണ്. സ്നാപകനായിട്ട് കാണാൻ ബുദ്ധിമുട്ടില്ല. ഒരാൾ ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അയാളെ നമ്മളൊരു പരിത്യാഗിയായി, ഒരു അവധൂത സമാനമുള്ള മനുഷ്യനായിട്ട് മാറ്റി നിർത്തും. അപ്രകാരമായി തീരുമാനം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ അത് നമുക്ക് സാധ്യമായ കാര്യമല്ല, അതൊരു അപൂർവ വ്യക്തിത്വമാണ് എന്ന് നമ്മൾ പറയും. ഒരാളൊരു പരിത്യാഗ ജീവിതം നയിക്കുമ്പോൾ, വിശ്വാസത്തിനനുസരിച്ച ഒരു ജീവിതം നയിക്കുമ്പോൾ, കേവലാനുഷ്ഠാനങ്ങളിലല്ലാതെ അതിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ഉടനെ തന്നെ നമ്മളെല്ലാം ആരോപിക്കുന്നത് ഒരു ദൈവത്വമാണ്, ഇയാൾ മഹാനായ മനുഷ്യനാണ്. ഇതൊക്കെ പോലെ ആർക്ക് പറ്റും? ദൈവം വളരെ അപൂർവമായി ചെയ്യുന്നൊരു പ്രവൃത്തിയാണിതെന്നങ്ങ് വരുത്തി തീർക്കും. അങ്ങനെ വന്നാൽ പിന്നെ നമുക്കത് ചെയ്യാൻ ബാധ്യതയില്ലെന്നാണ് അതിനർത്ഥം. ഇനി അതല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരുവനാണെന്ന് വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു, അത് ഏലിയായുടെ തരത്തിലേക്ക് അടുവരുത്തും. നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ, വചനപ്രഘോഷണ വേദികളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ അന്വേഷിക്കുന്നത് അപ്രകാരമുള്ള വ്യക്തികളാണ്. മൂന്നാമത് നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നല്ല വാക്കുകൾ പറയുന്ന,
ദൈവത്തിന് സന്ദേശം അറിയിക്കുന്ന ആളുകൾ. ഈ നിലയ്ക്ക് 3 നിലയ്ക്ക് കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. 4 വിധത്തിലാകുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുക. പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കരുതുന്നത്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നുവെന്ന് വിശുദ്ധ പത്രോസ് പറയും. യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് അടയാളപ്പെടുത്തുമ്പോൾ ഓരോ മനുഷ്യനുമുള്ള യേശുവിനെ ഏറ്റുപറയാൻ നാം ബാധ്യതപ്പെടുകയാണ്. അങ്ങനെ വന്നാൽ നമുക്ക് പിന്നെ പഴയതുപോലെ ജീവിക്കാൻ സാധ്യമല്ല, മാറ്റി നിർത്താൻ സാധ്യമല്ല. ഈ യേശുവിൻ്റെ മനുഷ്യത്വം അംഗീകരിച്ചാലുള്ള ഒരു വലിയ പ്രശ്നം, നമ്മുടെ അകത്ത് വസിക്കുന്ന യേശുവിനെ നമുക്ക് തിരിച്ചറിയേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. നമ്മൾ സാധാരണ ബലഹീനരാണ്, കുഴപ്പക്കാരാണ്, നമ്മൾ പോരായ്മയുള്ളവരാണ്, നമുക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവസാനിക്കും, ഒരു അവസരം അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അകത്ത് യേശു വസിക്കുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ അകത്ത് വസിക്കാനാണെന്നും അവൻ നമ്മിൽ ക്രിസ്തുവായി വസിക്കുന്നുവെന്നും സത്യം നാം ഏറ്റുപറഞ്ഞാൽ, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഏറ്റുപറഞ്ഞാൽ പിന്നെ പഴയതുപോലെ ജീവിക്കാൻ, തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അവസരമില്ലാതാകും. അതുകൊണ്ടാണ് ദൈവപുത്രനെ ഏറ്റുപറയാനായിട്ട് ലോകത്തിന് മടിയുണ്ടാകുക. അതുകൊണ്ടാണ് ദൈവപുത്രൻ നമ്മിൽ വസിക്കുന്നു എന്ന പരമാർത്ഥം നമുക്ക് ഏറ്റുപറയാൻ മടിയുണ്ടാകുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തുന്നത്. മാംസരക്തം എന്ന് വെച്ചാൽ മാനുഷികതയുടെ തലങ്ങളല്ല. മാനുഷിക തലങ്ങളിൽ നിരവധിയായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, യേശുവിനെ തെളിയിക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, യേശു ദൈവമാണ് തെളിയിക്കാൻ. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഇത് തിരിച്ചറിയാനായി മാംസരക്തങ്ങൾക്ക് സാധ്യമല്ല, ഒരു വെളിപാട് ആവശ്യമുണ്ട്, ഒരു തിരിച്ചറിവിൻ്റെ വരം ആവശ്യമുണ്ട്. മാമോദീസയിലൂടെ തിരിച്ചറിവിൻ്റെ വരം ലഭിച്ചവരാണ് നമ്മൾ, വെളിപാട് ലഭിച്ചവരാണ്. ആ വെളിപാട് ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്നതാണ്. ആ പരമാർത്ഥം കൊളോസ്യർ 1:27 നമ്മോട് പറയുന്നുണ്ട്. ആ പരമാർത്ഥത്തിനനുസരിച്ച് ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോഴാണ് ഈ സഭയുടെ ഭാഗമായിട്ട് നാം മാറുക. പത്രോസിൻ്റെ കർത്താവ് പറയുന്നുണ്ട്, ഈ പാറമേലിൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഇതൊരു വിശ്വാസത്തിൻ്റെ പാറയാണ്, ഈ പാറമേൽ ഞാൻ സഭ സ്ഥാപിക്കും. ആ വിശ്വാസത്തിനകത്ത് നിലനിൽക്കുന്നവരാണ് നമ്മൾ. അപ്പോഴാണ് സഭ എന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവമാവുക, സഭയിൽ നമ്മുടെ ജീവിതം അനുഭവമായിട്ട് മാറുക. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അങ്ങനെ സഭയെ തിരിച്ചറിയുമ്പോൾ, യേശുവിൻ്റെ ശരീരമായിട്ട് തിരിച്ചറിയുമ്പോൾ, ആ യേശുഗാത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ, ഈ പാപത്തിനെതിരായ യുദ്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു, പൂട്ടാനും തുറക്കാനുമുള്ള അധികാരം, കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം. അങ്ങനെ ഒരു അധികാരം നമ്മുടെ മേലും ലോകത്തിൻ്റെ മേലും നൽകുന്നൊരു പ്രവൃത്തിയാണ് സഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് ഭാഗമാക്കാവുന്നതിലൂടെ, അല്ലെങ്കിൽ വിശ്വാസം ഏറ്റുപറയുന്നതിലൂടെ, ക്രിസ്തുരഹസ്യത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ നമുക്ക് കൈവരിക. നമ്മൾ സാധാരണ രീതിയിൽ ബലഹീനരായി പോകുന്നത് ഈ നിയന്ത്രണങ്ങൾക്കുള്ള അധികാരം നമുക്കില്ലാണ്ടായി പോകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലായാലും ലോകത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലായാലും ഇടപെടൽ ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ ക്രിസ്തുഗാത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന പരമാർത്ഥം ഓർക്കണം. ക്രിസ്തുഗാത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന സത്യത്തിൻ്റെ വെളിപാടിൽ ജീവിതം നയിക്കാൻ പറ്റണം. അങ്ങനെ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിയൂ, രക്ഷയുടെ അനുഭവത്തിലേക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ നോമ്പുകാലം പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇക്കാര്യമാണ്. യേശു ദൈവപുത്രനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആ ദൈവപുത്രൻ എൻ്റെ അകമേ വസിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കണം. അങ്ങനെ എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ മനുഷ്യത്വത്തിൻ്റെ സാമാന്യതകളിൽ നിന്ന് ദൈവത്വത്തിൻ്റെ പരിപൂർണതാ മാർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പരമാർത്ഥം അറിയണം. ഈ ഒരു അറിവ് വെച്ച് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, കേവലം വ്യക്തിഗതമായ ഒന്നാണ് വിശ്വാസ ജീവിതം എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. സഭയിൽ നമുക്കൊരു അജപാലന ദൗത്യമുണ്ട്, ശുശ്രൂഷ അജപാലനം നമുക്കുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ നയിക്കാനുള്ളൊരു ബാധ്യത, സകല മനുഷ്യർക്കും മാതൃകയാകാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. സഹനങ്ങളുടെ ദിക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന് പങ്കുകാരും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കും. നമ്മൾ അജഗണമാണ്, നമ്മളെ പരിപാലിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ശ്രേഷ്ഠന്മാർ. നമ്മൾ ഓരോരുത്തരും തന്നെ ഈ പരിപാലന, ദൈവിക പരിപാലന ലോകത്തിന് അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ നിർബന്ധം മൂലമല്ലാതെ സ്നേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട്, ജീവിതത്തിൻ്റെ അർപ്പണം കൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ മുൻപിൽ വിളക്കാകാൻ കഴിയണം. തീഷ്ണതയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണം. ലാഭേച്ഛയില്ലാതെ, അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്താതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. സന്മാതൃക എന്ന് പറയുന്നത് കേവലമായി ഒരു നന്മ ബാഹ്യമായി പ്രകടിപ്പിക്കുന്നതിൻ്റെ അർത്ഥമല്ല. ജീവിതത്തിൻ്റെ പരമമായ മൂല്യം ക്രിസ്തുവാണെന്ന ബോധ്യത്തോടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. നമുക്കും നമ്മുടെ ശുശ്രൂഷാ പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും അധികാരികൾക്കും എല്ലാം നൽകുന്ന പദവികളെല്ലാം തന്നെ ഇപ്രകാരം ജീവിതത്തെ ക്രിസ്തുരഹസ്യങ്ങളുടെ ഭാഗമാക്കി പ്രക്രിയാപരമായി അവതരിപ്പിക്കാനുള്ളതാണ്. ആ പ്രക്രിയാപരമായി അവതരിപ്പിക്കാനുള്ള ബാധ്യത സഭയ്ക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന ബോധത്തോടെ വേണം സഭാ കൂട്ടായ്മയിൽ നാം പങ്കുചേരാൻ.
ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൽ ഒളിമങ്ങാത്ത കിരീടം ലഭിക്കും എന്ന വാഗ്ദാനമാണ് നാം ഓർക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ നാം ഈ ലോകത്തിൻ്റെ ഇടയധർമ്മത്തിലേക്ക് വന്നവരാണ്, ലോകത്തെ നയിക്കാൻ വന്നവരാണ്. ആ ലോകത്തിൻ്റെ സാമാന്യതകളെ ലംഘിക്കുന്ന ക്രിസ്തു രഹസ്യത്തിൻ്റെ വെളിച്ചം പകരാൻ കഴിയണമെങ്കിൽ ജീവിതം ദൈവപുത്രനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാകണം, നമ്മിലുള്ള ദൈവപുത്രനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാകണം. ദൈവത്തിൻ്റെ പുത്രനായി ലോകത്തിൻ്റെ സകല മനുഷ്യരെയും കണ്ടുകൊണ്ട് ക്രിസ്തു രഹസ്യങ്ങളുടെ പരികർമ്മികളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ക്രിസ്തു രഹസ്യങ്ങളെ ജീവിതത്തിൽ സന്നിവേശിപ്പിക്കുന്നവരെന്ന നിലയ്ക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളും പോരായ്മകളും നമുക്ക് വെളിപ്പെടുക. നമുക്ക് വേണ്ടും വിധം ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു കുറവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുതാപം വേണ്ടത്. അനുതാപത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാനുള്ള ഹൃദയബലത്തോടെ മുൻപോട്ട് പോകാൻ ആത്മാവിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ നാളുകളിൽ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ ക്രിസ്തു രഹസ്യങ്ങളിലൂടെ ചേർത്ത് വയ്ക്കും വിധം ജീവിക്കാൻ, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ മനുഷ്യപുത്രൻ്റെ ഏറ്റുപറച്ചിലായി ജീവിതത്തെ മാറ്റാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.